ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് രണ്ട് വാക്ക് പറഞ്ഞ് അങ്ങനെ കണ്ട് പോവാം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനെന്താ വെച്ചാൽ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അത്ര ഈസി അല്ല ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത്. അത് ഒറ്റയ്ക്കായാലും രണ്ടാളായാലും. അപ്പം അത് ഒരു ശ്രമകരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ. ഞാൻ ചെറുപ്പം പിള്ളേരോടാണ് കേട്ടോ പറയുന്നത്. എന്നെ പോലെ ജീവിച്ച് തീർത്തവർക്ക് അത് വൃത്തിയായിട്ട് അറിയാം എങ്ങനെയാ അവർ അത് ജീവിക്കണേ എന്നുള്ളത്. അപ്പോൾ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, രക്ഷപ്പെട്ടു, കല്യാണമൊക്കെ കഴിഞ്ഞു, സുഖമായി എന്ന് വിചാരിക്കും. അങ്ങനെ സുഖമല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഉണ്ട് സുഖം, അതിൻ്റെതായ സൗന്ദര്യം ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുക. ആദ്യം നമുക്കറിയില്ല, നല്ല സുഖമാണല്ലോ ഈ പരിപാടി, അത്യാവശ്യം പണിയൊക്കെ എടുത്ത്, വീട്ടിലത്തെ പണിയൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, രണ്ടുപേരുടെ അഭിപ്രായങ്ങളാണ്. രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടാളും രണ്ട് വ്യക്തികളാണ്. രണ്ട് വ്യക്തികൾക്കും രണ്ട് അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ തന്നെ അതിൽ ഒരു 100 അഭിപ്രായം രണ്ടാളുടെയും വരും. എന്നിട്ട് അതിനെ ഏകോപിപ്പിച്ചാണ് നമ്മളത് ചെയ്യുക. അപ്പം അതിൽ ക്ഷമയുണ്ട്, സഹകരണമുണ്ട്, അതുപോലെ കൂട്ടായ്മ, ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിനെല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ ചെയ്യില്ല, അതും ശരിയല്ല, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് എപ്പോഴും നിൽക്കുകയാണെങ്കിൽ ആ ബന്ധത്തിൽ വലിയ തകരാറാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേറെ അപ്പുറത്തെ പാർട്ടിയാണെങ്കിൽ അത് തകർന്നു പോകും. അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. വളരെ സ്മൂത്തായി പോകണമെന്നല്ല, എപ്പോഴും അതിൽ താഴ്ചകളും അതുപോലെ തന്നെ ഉയർച്ചകളും നിരപ്പായി പോകലും ഒക്കെ ഉണ്ട് ആ ജീവിതത്തിൻ്റെ ഇതിൽ. അപ്പം അത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മിടുക്കാണ് ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടത്. അപ്പോഴാണ് മക്കൾക്ക് അതിലൊരു സുഖം ഉണ്ടാവുള്ളൂ ജീവിക്കാൻ. അല്ലെങ്കിൽ അവർ മടുത്തു പോവും ജീവിതം. നമ്മൾ തന്നെ വഴക്കാണ് എപ്പോഴും. ഒരു കാര്യവും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എപ്പോഴും വഴക്ക് നമ്മൾ കൂടുമ്പോൾ അതിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അവർ വിചാരിക്കുന്നത് എന്ത് ജീവിതം, എനിക്കിനി കല്യാണമേ വേണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാവരുത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗാക്കിയില്ലെങ്കിലും സ്വർഗാക്കാൻ നമുക്ക് ചിരിച്ചും കളിച്ചൊക്കെ സ്വർഗാക്കി എടുക്കാതെ ചിലപ്പോൾ അത്രത്തോളം നമുക്ക് പറ്റില്ല എന്ന് വരും. കാരണം സാമ്പത്തിക പരാധീനത, അല്ലെങ്കിൽ അസുഖം, വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം ഇതൊക്കെ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ നമുക്ക് എപ്പോഴും ചിരിച്ചാസ്വദിച്ചത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കിട്ട് നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ രണ്ടുപേർക്കും ക്ഷമ വേണം, ക്ഷമയും വേണം, നമ്മൾ സഹകരിക്കാനുള്ള ഒരു മനോഭാവം വേണം. അതുപോലെ ചിലപ്പോൾ ദേഷ്യം ഭയങ്കരമായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത് കൊണ്ട് നടക്കാനായിട്ട്, വലിയ പാടാണ്. പിന്നെ കൊണ്ട് നടക്കും ഒരുവിധം. പക്ഷെ പലർക്കും അത് പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണായിട്ട് മാറുമ്പോഴൊക്കെയാണ് വീട്ടിൽ അസ്വാരസ്യങ്ങളുണ്ടായി. അത് ചെറിയ അസ്വാരസ്യത്വം തുടങ്ങി, പിന്നെ അത് വലിയ മുറിവുകളായി മാറി ജീവിതം രണ്ടായി പോണത്. അതുപോലെ അത് മാത്രമല്ല, ഒരു കാരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ, പല കാരണങ്ങളുണ്ടായാലും ഒരു കാരണം. നമുക്ക് സഹിക്കാനായിട്ട് നല്ലോണം ഉണ്ട് കുടുംബജീവിതത്തിൽ. നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും പരസ്പരം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാവും. അപ്പോൾ ഈ ആൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ അതെത്തില്ല ജീവിതം. നമ്മുടെ മക്കൾ കഷ്ടപ്പെടും അതിൽ കിടന്നിട്ട്. അപ്പം രണ്ടാൾക്കും പറ്റണം. അപ്പം ആളും മനസ്സിലാക്കും, ഇയാളിങ്ങനെയാണ്, ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയാലേ ശരിയാവുള്ളൂ. അതുപോലെ തിരിച്ചു നമ്മളും വിചാരിക്കും, ഇത് എളുപ്പമല്ല, ഇത് ഇങ്ങനെ പോയാലും ശരി. അങ്ങനെ നമുക്കൊരു സഹകരണം വേണമെന്ന്. അല്ലാതെ അങ്ങനെ പെരുമാറാൻ പാടുമോ? അതങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താണ് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം മുന്നോട്ട് എത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വല്ലാത്ത ക്ഷമ വേണ്ട ഒരു സ്ഥലമാണ് ഈ കുടുംബജീവിതം. മനസ്സിലായ? വല്ലാത്ത ക്ഷമ വേണം, സഹകരണം വേണം.
എല്ലാം എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കാത്ത കാര്യമാണത്. ഒരിക്കലും നടക്കുക. നമുക്ക് വീട്ടിൽ ചിലപ്പോൾ 2 മക്കളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെല്ലാം സഹകരിച്ച് കൊടുക്കും അപ്പനമ്മയും. അവൾക്ക് അതാ ഇഷ്ടം, അതങ്ങനെ ആവട്ടെ വിചാരിക്കും നമ്മൾ. അല്ലെങ്കിൽ അവന് അതാ ഇഷ്ടം, അങ്ങനെ പോട്ടെ വിചാരിക്കും. അത് അപ്പനമ്മയും. നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലാണ്, അവിടെ ചെല്ലുമ്പോൾ അവർ വേറെയാണ്. അവർക്ക് ആ സഹകരണം നമ്മളോട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തിരിച്ച് അങ്ങോട്ടും ഈ ആൺകുട്ടിയായാലും അവർ പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ അവൻ വളർന്നു വന്ന സാഹചര്യമല്ലല്ലോ മറ്റേ പെൺകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പം അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനസ്സുള്ളവർ മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഏതോ ഒരു മായാലോകത്ത് ജീവിക്കണ പോലെ, നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയാണ് ജീവിതം എന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ പൈസയുടെ ആക്രാന്തിയും ഒക്കെ വരുന്നത്. ജീവിക്കാനായിട്ട് കുറേ പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. ജീവിക്കാൻ പൈസയേക്കാൾ ഉപരി ഇതാണ് വേണ്ടത്. നമുക്ക് പരിശ്രമശീലം വേണം. നമ്മൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം, അതായത് പണിയെടുക്കണം. മടി ഭയങ്കര കഷ്ടമാണ്. മടിയുള്ളവർക്ക് കുടുംബജീവിതം പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ 65 വയസ്സായാലും 70 വയസ്സായാലും നമ്മൾ പണിയെടുക്കണം. അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടി. അങ്ങനെ ഒരു സ്ഥിരോത്സാഹം വളരെ അത്യാവശ്യമാണ് കുടുംബജീവിതത്തിൽ. അത് നമ്മൾ വിചാരിക്കണം നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല, പൈസ ഉണ്ടാകുമ്പോൾ വേണ്ടാന്ന്. പൈസ ഒന്നും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ അടുത്ത് പൈസ അങ്ങനെ പൈസ വന്നും പോയി കൊണ്ടിരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവും. പക്ഷെ മടി പാടില്ല ഒട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക. എൻ്റെതായ സ്വാർത്ഥത മാത്രം, അത് കുടുംബജീവിതത്തിൽ ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്വാർത്ഥതയ്ക്ക് നടക്കില്ല അത്. കാരണം രണ്ടാളും കൂടി ഒരുമിച്ച് യോജിച്ച് ഒരു കാര്യം ചെയ്യണ ഒരു കൂട്ടായ ഒരു ഇതാണ്. അപ്പം അതിൽ സ്വാർത്ഥത ഒരാൾക്ക് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടാ? അപ്പം അവിടെ അടി തുടങ്ങുകയായി. ഈ കാര്യത്തിൽ സ്വാർത്ഥത കാര്യമില്ല. നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നും നമുക്കുണ്ടാവുന്ന മക്കളും നമ്മളും കൂടി ഒരുമിച്ച് പോണതാണെന്നും തോന്നുമ്പോൾ അവിടെ ഈ പൈസയുടെ കാര്യങ്ങളും അതുപോലെയുള്ള നിന്റെ പൈസ എൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ടുള്ള ലഹളകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് കുടുംബജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഇന്നലെ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നീണ്ടു പോവാണ്. അപ്പോൾ ഇന്നത് മതി, നാളെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക. താങ്ക് യു.